ഏതെങ്കിലും അസുഖത്തിന് ചികിത്സ തേടി കൊച്ചി കരുവേലിപ്പടി ആശുപത്രിയിൽ എത്തുന്നവർക്ക് നടുവൊടിക്കാതെ ഡോക്ടറെ കാണാൻ സാധിക്കില്ല. ആശുപത്രിക്ക് മുന്നിലെ റോഡ് നന്നാക്കാൻ ആവശ്യപ്പെട്ട് മടുത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഇപ്പോൾ ശ്രീ കെ ബാബു MLA ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കെ ബാബു, നമ്മൾ കേരള വിഷൻ ന്യൂസ് കേരളത്തിലെ ദുരിതയാത്രയെക്കുറിച്ചുള്ള ഒരു പരമ്പര നടത്തുകയാണ്. ഇന്നാവാ കുഴിയടക്കാമെന്ന പേരിൽ സംസ്ഥാനത്തെ നിരവധി റോഡുകളുടെ ദുരിതാവസ്ഥ ഞങ്ങൾ അധികാരികളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അല്പം മുമ്പ് കൊച്ചി കുണ്ടന്നൂർ മേൽപ്പാലത്തിലേക്കുള്ള റോഡിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥയും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നാണ് നഗരസഭ വിശദീകരിക്കുന്നത്. എന്താണ് MLAയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? കുണ്ടന്നൂർ ഐലൻഡ് റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ നിത്യേന യാത്ര ചെയ്യുന്ന ഒരു റോഡാണ്. ഈ റോഡിൻ്റെ ഉടമസ്ഥത സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള നാഷണൽ ഹൈവേ വിഭാഗത്തിലാണ്. ഞാൻ നാഷണൽ ഹൈവേ വിഭാഗക്കാരുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായി. അപ്പോൾ അവർ അന്ന് പറഞ്ഞത് അവർ താൽക്കാലികമായൊരു കുഴിയടക്കൽ നടത്തുന്നുണ്ട്. അതിനുശേഷം അവർ ഇത് ടെൻഡർ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ ടാറിംഗ് നടത്തും എന്നാണ് പറഞ്ഞത്. 2 മാസക്കാലം റോഡ്, 1 മാസക്കാലം റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അവർ സെപ്റ്റംബറിൽ ടാർ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഏതായാലും ആ റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. യാത്ര വളരെ ദുരിതപൂർണമാണ്. MLA എന്നുള്ള നിലയിൽ അത് കുറച്ച് ഭാഗം, വളരെ കുറച്ച് ഭാഗം തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിന്റെ ഭാഗമാണ്. ബാക്കി എറണാകുളം നിയോജകമണ്ഡലത്തിന്റെ ഭാഗമാണ്. പക്ഷെ നാഷണൽ ഹൈവേ ആണ് അത് ചെയ്യേണ്ടത്. അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലെ യാത്ര ചെയ്യാൻ പറ്റാത്ത നിലയിൽ വളരെ മോശാവസ്ഥയാണ്. അവിടെ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചുള്ള അവരുടെ രോഷപ്രകടനങ്ങളും കേരള വിഷൻ ന്യൂസ് സംപ്രേഷണം ചെയ്യുകയുണ്ടായി. മന്ത്രിതലത്തിലുള്ള ഒരു ഇടപെടൽ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. രാഷ്ട്രീയ സമ്മർദ്ദവും ഒപ്പം ആവശ്യമാണ്. ആ രീതിയിലുള്ള ഒരു നീക്കം നടത്തേണ്ടതില്ലേ? മന്ത്രിതലത്തിൽ ഇടപെട്ടാലും ഇപ്പം നടന്നത് വിട്ടിട്ട് എന്തെങ്കിലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് നേരത്തെ ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിന്റെ അപ്രോച്ചിലുള്ള ഭാഗം ഒരു ചെറിയ മൈനർ റിപ്പയർ നടത്തി. അതിൽ റോഡിന് കുറച്ച് കുഴി അടച്ചു. പക്ഷെ പിന്നീട് മഴ വന്നപ്പോഴേക്കും ആ കുഴി അടച്ചതെല്ലാം പോയി. അത് ആ റീടാറിംഗ് തന്നെ വേണ്ടി വരും. അത് പറഞ്ഞ് ടെൻഡർ കഴിഞ്ഞു, എഗ്രിമെന്റ് വെച്ചു. സെപ്റ്റംബറിൽ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. മന്ത്രിയായിട്ട് ഇടപെട്ടാലും ഇതിൽ കൂടുതലൊന്നും നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. നന്ദി ശ്രീ കെ ബാബു പ്രതികരിച്ചതിന്. എന്തായാലും സെപ്റ്റംബറിൽ പണികൾ ആരംഭിക്കുമെന്നുള്ള ഉറപ്പാണ് MLAക്ക് നൽകിയിരിക്കുന്നത്. ടെൻഡർ വെച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ എഗ്രിമെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഉറപ്പും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുള്ള വിഷയം തന്നെയാണെന്നും ശ്രീ കെ ബാബു സൂചിപ്പിക്കുന്നു.